ആ ചേട്ടൻ നമുക്ക് 50 രൂപ ടിപ്പും തന്നു കേട്ടോ. ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്, നമുക്ക് ആ വഴി കയറി പോകാം കേട്ടോ. ഇപ്പോൾ തുറക്കത്തില്ലെന്ന് തോന്നുന്നു ഈ ട്രെയിൻ. ഇപ്പോഴത്തെ നമ്മുടെ ഓർഡർ എന്ന് വെച്ചാൽ 29 രൂപയാണ് കിട്ടിയേക്കുന്നത്. 20 രൂപ ടിപ്പും ഉണ്ടായിരുന്നു, അങ്ങനെ മൊത്തം 50 രൂപ കിട്ടി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയോ കേട്ടോ. ഇന്ന് മെയിനായിട്ട് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല ഞാൻ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നൊരു സ്വിഗ്ഗി ബോയാണ് ഗായ്സ്. പെട്ടെന്നൊന്ന് ഇതൊന്ന് മാറ്റിയിട്ട് വരാം. ഇത് ഗായ്സ്, അങ്ങനെ നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഒന്ന് സ്വിഗ്ഗിയുടെ എനിക്ക് കിട്ടിയത് അത്യാവശ്യം വലുതാണ് ഗായ്സ്. അത്യാവശ്യം വലിയ യൂണിഫോം കേട്ടോ കിട്ടിയത്. കുഴപ്പമില്ല, നമുക്ക് ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. നമുക്ക് ഇനി നേരെ അടുത്ത് നമുക്കൊരു ഓർഡർ അടിച്ചേപ്പുണ്ട്. ഓർഡർ അടിച്ചേക്കുന്ന കായംകുളത്തുനിന്ന് നമുക്ക് നേരെ ഇനി ഓർഡർ എടുക്കാനായിട്ട് പോവാം. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മളത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ നമുക്ക് ഫോണെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് ഇറങ്ങാം. ഇത് ഇച്ചിരി ടാസ്ക് കേട്ടോ ഇതിനകത്ത് ഫോൺ വെക്കുന്നത്. ഇത് ഇനി ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. നമ്മുടെ മൈലേജ് കിങ്ങിൻ്റെ ഇവിടെ മൈലേജ് കിങ് എന്ന് പറയാൻ അറിയപ്പെടുന്ന നമ്മുടെ സ്പ്ലെൻഡറിനകത്ത് നമ്മൾ ഡെലിവറിക്ക് വന്നത്. എൻ്റെ മറ്റേ ഫേസ് എടുത്തിട്ടില്ല വീട്ടില ഫേസ്. അതിന് കുറച്ച് ദിവസമായിട്ട് നല്ല ടാസ്കും പണികളും കേട്ടോ. കുറച്ച് മുമ്പ് സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയറിൽ തന്നെ വിളിച്ചായിരുന്നു. എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല, ഞാൻ കുറച്ചു നേരം വീട്ടിൽ ടൈറ്റായി അങ്ങനെ വിളിച്ചതാ. നേരെ കടയിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. മറ്റേ പിക്ക് ചെയ്യേണ്ട നമ്മുടെ ഓർഡർ പിക്ക് ചെയ്യേണ്ട കടയില്ലേ, അങ്ങോട്ടേക്കാണ് നമ്മളിപ്പം പോകുന്നത്. നമുക്കിപ്പോൾ ഓർഡർ അടിച്ചേക്കുന്ന കായംകുളത്തുള്ള ബ്രൂഫിയെന്നാ. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ എന്തോ ഉള്ളു. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളു. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചായതേ ഉള്ളു. നമുക്കിതുവരെ ഓർഡർ ഇതായെന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടു, അത്യാവശ്യം നല്ല ഒരു ഏണിങ്സ് സ്വിഗ്ഗിയിൽ നിന്നായാലും സൊമാറ്റോയിൽ നിന്നാണെങ്കിലും ഏൺ ചെയ്യാമെന്നുള്ള ഒരു അത്യാവശ്യം കുറേ ആഡും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടു. ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഇറങ്ങിയേക്കുന്നത് തന്നെ. എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. നേരത്തെ അന്നയാ ഇവിടെ ക്രോസ് പറഞ്ഞ് കിടക്കുന്നത്. ടാസ്കാണല്ല, കുഴപ്പമില്ല. ഇതുവരെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്, നമുക്ക് ആ വഴി കയറി പോകാം കേട്ടോ. ഇപ്പോൾ തുറക്കത്തില്ലെന്ന് തോന്നുന്നു. ഈ ട്രെയിൻ പോയി കഴിഞ്ഞാലും ഏകദേശം 60 സെക്കൻഡ് കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ. 1 മിനിറ്റ് പിന്നെയും പോസ്റ്റാണ്. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് അത്യാവശ്യം ലേറ്റായിട്ടാണ് ഇറങ്ങിയത് ഓർഡർ അടിച്ചു കഴിഞ്ഞിട്ട്. ഇത് ഒരു ഷോർട്ട് കട്ട്, ഇതുവഴി നമുക്ക് കയറി പോവാം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ ഡെലിവറി പിക്ക് ചെയ്യേണ്ട ഹോട്ടലുള്ളത്. ഈ റൈറ്റ് സൈഡിലായിട്ടാ ബ്രൂഫിയ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം പോയിട്ട് ഇത് പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ വണ്ടി വെക്കാൻ പറ്റത്തില്ല കേട്ടോ, നമുക്ക് അപ്പുറത്തോട്ട് മാറ്റി വെക്കാം. പാർക്കിംഗ് അപ്പുറത്തുള്ള, നമുക്ക് എളുപ്പത്തിന് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. ഇതൊന്ന് ബെറ്റർ. നമുക്ക് ഫോണൊക്കെ ഊരിയിട്ട് പോകാം. നമ്മുടെ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കട്ടെ. റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് ഫ്ലോർ, ബേക്കറി അവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഹോട്ടലിൽ വരുന്നത്. $63.93 ഗൈസ്. ഷിഷ്വാൻ ഫ്രൈഡ് റൈസ്, പിന്നെ അയ്യോളി ചിക്കൻ ഫ്രൈ. ഓക്കെ, സെറ്റ്. ഓക്കെ, രണ്ടും ഉണ്ട്. വെരിഫൈ ഓർഡർ. ആ ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്നേ. ആ പറഞ്ഞോ. 7300 സെറ്റ് ആയിട്ടുണ്ട്. ഇല്ല അങ്ങനെ വിഷയമൊന്നുമില്ല. നമ്മൾ റേസിംഗ് ഒന്നും പോകുന്നില്ലല്ലോ, അപ്പം പിന്നെ റേസിംഗ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. GoPro 4K ഷൂട്ട്. ഇത് 5K 5.3K.
ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ നല്ല ക്ലാരിറ്റിയാ. മെമ്മറി കാർഡോ? അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിടുന്നേ. ഫോൺ കിടക്കുന്ന 128. ഓക്കെ ശരി. ആ വൈഡ് ആംഗിളാ മെയിനായിട്ട്. വൈഡ് ആംഗിളാ. ആ നമുക്ക് സംഭവം കിട്ടി. ഇനി നമുക്ക് വേണ്ട പോവാം. SM സെൻട്രൽ സ്കൂൾ നിയർ 1.9 കിലോമീറ്റർ, ഏകദേശം 2 കിലോമീറ്റർ. വേണ്ട ലൊക്കേഷൻ വരുന്നത് പെട്രോൾ പമ്പ്, അവിടുന്ന് അതേ SM സെൻട്രൽ സ്കൂൾ അവിടെ ആയിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഇവിടുന്ന് അടുത്താണ്, നമുക്ക് പോവാം. ലെറ്റ്സ് സീ. അവിടെ ചെന്നിട്ടാണ് ഇനി കേട്ടോ ആദ്യത്തെ ഡെലിവറി എടുക്കാനുള്ള. ഇവിടുന്ന് 400 മീറ്ററോടെ ഉള്ളു. ഇനി നേരെ എന്നിട്ട് ലെഫ്റ്റാണ് എടുക്കേണ്ടത് നമുക്ക്. നോക്കാം. ഇവിടുന്ന് ഇനി ഒരു 300 മീറ്ററോടെ ഉണ്ട്. ഇവിടെ നേരെ എന്നിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് വേണം പോവാൻ. അതെ ഗൈസ്, നമുക്ക് ഇനിയാണെങ്കിൽ കസ്റ്റമറെ ഒന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഓർഡർ. നമുക്കിത് കൊടുത്തിട്ട് ഇനി അടുത്ത ഓർഡറിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ ഓർഡർ എന്ന് വെച്ചാൽ 29 രൂപയാണ് കിട്ടിയേക്കുന്നത്. 20 രൂപ ടിപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 50 രൂപ കിട്ടി. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ള അടുത്തതിനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സോൺ അവിടെ നോക്കട്ടെ. നമുക്ക് സോണിൽ കയറിയിരിക്കാം. സോണിലല്ലെങ്കിൽ എനിക്കൊന്ന് സോണിൽ തന്നെ ആണെന്നാണ് തോന്നുന്നത്. സൂം ചെയ്ത് നോക്കട്ടെ. യെസ് ഗൈസ്, നമ്മൾ സോണിൽ തന്നെ. ഓർഡറൊന്നും അടിക്കുന്നില്ലല്ലോ. അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചേക്കുന്ന കിമോത്തി തന്നെ. നമുക്കിനി നേരെ കിമോത്തിയിലോട്ട് പോവാം. ഇത് ഇവിടുന്ന് അടുത്ത് തന്നെ. കിമോത്തി ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം ഇത് കാണിച്ചേക്കുന്ന 2 കിലോമീറ്റർ. അത്രയൊന്നും കാണത്തില്ലെന്നാണ് തോന്നുന്നത്. 2 കിലോമീറ്റർ സംതിങ് എന്തേ ഉള്ളു. നമുക്ക് നോക്കാം. നമുക്കിനി നേരെ കിമോത്തിയിലേക്ക് പോവാം. നമുക്കിനി എണ്ണ അടിക്കാം. എണ്ണ അടിച്ചിട്ട് അടുത്ത ഓർഡർ എടുക്കാനായിട്ട് പോകാം കേട്ടോ. അതായിരിക്കും നല്ലത്. എനിക്ക് കഴിഞ്ഞ തവണ പണി കിട്ടിയതാ. എണ്ണ തീർന്നിട്ട് വഴി കിടന്ന് വല്ലാത്ത ടാസ്ക് ആയിരുന്നു. നമുക്ക് ഇവിടുന്നൊരു 160 രൂപയ്ക്ക് എണ്ണ അടിക്കാം. എന്നിട്ട് അങ്ങോട്ട് പോവാം. ചേച്ചി 160. ആ ക്യാമറ ഇത് വീഡിയോ എടുക്കുന്നയാ. യൂട്യൂബിൽ ഇടാനുള്ളയാ. കഴിച്ചേ നമ്മളങ്ങനെ 160 രൂപയ്ക്ക് എണ്ണ അടിച്ച് എല്ലാവരും ഉണ്ട്. നമുക്കിനി വേണ്ട എണ്ണ അടിച്ച് പൈസ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. സ്പേസ് എടുത്തില്ല കേട്ടോ. ചെറിയ ടാസ്ക് ഉണ്ടല്ലോ. കുഴപ്പമില്ല, നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ഞാൻ പേ ചെയ്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. നമ്മൾ കിമോത്തി വന്നു കേട്ടോ. കിമോത്തി അൽബാനി. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചേക്കുന്നത്. നമുക്ക് ഓർഡർ പിക്ക് ചെയ്യാം, കസ്റ്റമറിന് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് പരിപാടികൾ നീക്കാം. അതാകുമ്പം അടുത്ത ഓർഡർ പെട്ടെന്ന് അടിക്കുമല്ലോ. അയ്യോ, ഈ സാധനം വെച്ചിട്ട് ടാസ്ക് കേട്ടോ. ഞാൻ അതൊന്ന് വെച്ചിട്ട് ഊരി വരാനായിട്ട്. ഓക്കെ, സെറ്റായി കിട്ടി ചേട്ടാ. 5346 5346 5346. നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ട് കൊടുക്കാം. ഇത് എവിടെ കൊടുക്കണ്ടെന്നുള്ള ഒരു ഐഡിയ ഇല്ലല്ലോ. ബീന അയൺ ട്രേഡ്സ് കായംകുളം. എനിക്കൊന്നും ഇവിടെ അടുത്താന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിനി ഇത് സേഫായിട്ട് വെക്കാം ബാഗിലെ. വലിയ ബാഗും ചെറിയ ഫുഡും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അവിടെ ചെന്നിട്ടാണ് ഇവിടെ തന്നെ ലൊക്കേഷൻ. ഇത് ബീന അയൺ ട്രേഡ്. ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞേക്കുന്ന ഡൺ. നമുക്കിനി ഇവിടെ നിന്നിട്ട് കസ്റ്റമറെ വിളിക്കാം. ചേട്ടനാണോ ഫുഡ് ഓർഡർ ചെയ്ത്? ഇതേ ഗൈസ് വന്നിരിക്കുന്നു. ഓക്കെ, ഇത് ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ അടുത്ത ഡെലിവറിയും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓർഡർ വരുന്നില്ലല്ലോ. 2 ഓർഡർ 69 രൂപ. ഇതാണ് ഇപ്പോഴത്തെ ഒരു നിലവാരം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. KFCയിലെത്തി. ഇനി ഇവിടെ നമുക്ക് ഓർഡർ പിക്കപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. മാറുന്നില്ലല്ലോ സോണിൻ്റെ. ഇതാണ് ഗൈസ് ഏറ്റവും വലിയ ടാസ്ക്. ഇതിൽ നിന്ന് അയച്ചെടുക്കുന്നത്.
ഓക്കെ, സീനില്ല, ഇപ്പം വലിയ സീനില്ലാതെ അയച്ചു വന്നു. നമുക്കിനി ഇവിടുന്ന് ഓർഡർ പിക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകാം. ഫോണെല്ലാം വല്ലാണ്ട് ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ. 5301 5301 എന്താ? ആ, സൈഡിൽ കൂടെ വരണമല്ലേ? ഓക്കെ ഓക്കെ. 5301. വേണ്ട അങ്ങനെ നമുക്കിവിടുന്ന് ഫുഡൊക്കെ കിട്ടി കേട്ടോ. ഇനി നമുക്ക് നേരെ ഇനി കസ്റ്റമർക്ക് കൊണ്ട് കൊടുക്കാം. ഇനി നമുക്ക് പോകേണ്ട വഴിയെന്ന് വെച്ചാൽ കുറ്റിത്തെരുവ്. ഇവിടുന്ന് നേരെ തന്നെ പോയാൽ മതി. നമ്മൾ വന്ന വഴി റോങ് ആയിരുന്നു കേട്ടോ. അപ്പുറത്തൂടെ എന്തായിരുന്നു വഴി. നമുക്കിനി അടുത്ത തവണ വരുമ്പോൾ അതുവഴി വരാം. ഓക്കെ, നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. 250 മീറ്റർ കൂടെ ഉള്ളു. ഇവിടെ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് കുറച്ചുകൂടെ പാല് ഇറങ്ങി അപ്പുറത്തേക്ക് എന്നിട്ട് വിളിക്കാം. എവിടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. വിളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. 150 മീറ്റർ കൂടെ. ഇനി ഒരു 80 മീറ്റർ കൂടെ ഉള്ളു കേട്ടോ. ഇനി പെയ്യെ പോകണം, അല്ലെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഗൈസ്, ആ ചേട്ടൻ നമുക്ക് 50 രൂപ ടിപ്പും തന്നു കേട്ടോ. നമുക്ക് അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, സ്പേസ് എടുത്തില്ല കേട്ടോ. കുഴപ്പമില്ല, പോക്കറ്റിൽ തന്നെ നോക്കാം. നെക്സ്റ്റ് ഓർഡർ അടിക്കുന്നില്ലല്ലോ, സ്റ്റിൽ വെയിറ്റിങ്. ഇന്നത്തെ 90 രൂപ കേട്ടോ. 3 ഓർഡർ 90 രൂപ. അതാണ് ഇപ്പോൾ അടിച്ചേക്കുന്ന ഒരു നിലവാരത്ത്. കുഴപ്പമില്ല, ലെറ്റ്സ് സീ ഗൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം. പിന്നെയും ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത നമുക്കൊരു ഓർഡർ അടിച്ചു കേട്ടോ. അടുത്ത് നമുക്ക് ഓർഡർ അടിച്ചേക്കുന്ന കേക്ക് ഹൗസിന്നാണ്. കേക്ക് ഹൗസിന്ന് എങ്ങോട്ടാന്ന് ഞാൻ നോക്കിയില്ല. 20 രൂപയുടെ ഓർഡർ കേട്ടോ. ഇന്ന് അടിക്കുന്ന എല്ലാം ചെറിയ ചെറിയ ഓർഡറുകളാണ്. കീഴിൽ കൂടെ കേട്ടോ ബസ് പോയത്. ഉമ്മറൊക്കെ പോക്കുണ്ടോ? സീ വയസ്സ് കൊണ്ടില്ലേ ഉമ്മറൊക്കെ പോക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല, പ്രൈവറ്റ് ബസ് അല്ലേ. ബസ്സുകാരെല്ലാം ഇങ്ങനെ തന്നെയാ. നമുക്ക് നമ്മുടെ പണി നോക്കാം. നമുക്കിനി ഇവിടുന്ന് ഏകദേശം കേക്ക് ഹൗസിലോട്ട് ഒരു 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 2 കിലോമീറ്റർ നമുക്ക് പോകണം. കട്ടറിലെല്ലാം പെയ്യേ പോകാൻ പറ്റത്തുള്ളൂ നമുക്ക്. എന്നുവെച്ചാൽ ഫോണാണെങ്കിൽ ടാസ്കാ, ചാടും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഞാൻ ഈസിനൊന്ന് കൈ കൊടുത്തൊന്ന് താങ്ങി നിർത്തി വെക്കുക. അവസ്ഥയാണ് കേട്ടോ. ഇതിന് കാണത്തില്ലേ കോർണറിലായിട്ട് വരുന്ന, അതാ കേക്ക് ഹൗസ് കേട്ടോ. അവിടുന്ന് നമുക്ക് ഉള്ള ഓർഡർ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ നമ്മൾ കേക്ക് ഹൗസ് എത്തി കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഓർഡർ പിക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമുക്ക് ഇപ്പോഴാണ് ഫുഡ് കിട്ടിയത്. ഇനി നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോവാം. 650 മീറ്റർ ഉള്ളൂ കേട്ടോ ലൊക്കേഷനിലേക്ക്. നമുക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ കൊടുക്കാവുന്നേ ഉള്ളൂ, അടുത്ത് തന്നെ. ഇവിടെ സ്കൂള് കണ്ടില്ലേ, സെന്റ് സ്കൂള്, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഡൺ. ഞാൻ കസ്റ്റമറെ വിളിക്കാം. അടുത്ത ഡെലിവറിയും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കംപ്ലീറ്റ് കൺഫർമേഷൻ. 20 രൂപ അടുത്ത ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് കൊടുക്കാം ഇപ്പോഴത്തെ ഓർഡർ. ഓക്കെ, അങ്ങനെ നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത ഓർഡർ അടിക്കുന്നില്ലല്ലോ. 3 എണ്ണം ആയതേ ഉള്ളൂ. 3 അല്ലല്ലോ, 4 എണ്ണം ആയതല്ലോ.
One eternity later. പിന്നെ നമുക്ക് സ്ഥിരം കിട്ടാറുള്ള പണി പിന്നെയും കിട്ടിയപ്പോൾ ഉണ്ട്, നമ്മുടെ ക്യാമറ ഓഫായിപ്പോയി. അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ക്യാമറ ഓഫായിപ്പോയി. അങ്ങനെ ഏകദേശം നമുക്ക് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടിയപ്പോൾ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഫോണിനകത്ത്, അതുകൊണ്ടാണ് എനിക്കത് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇത്രയൊക്കെ തന്നെയുള്ളത് നമ്മുടെ ചെറിയൊരു വീഡിയോ. ഞാൻ മെയിനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇത് പറയണമെന്നും ഉൾപ്പെടുത്തണമെന്നും ഒക്കെ വിചാരിച്ച, ബട്ട് ഗൈസ് നമ്മുടെ ക്യാമറ ഓഫായിപ്പോയി. അങ്ങനെ ചെറിയൊരു പണി കിട്ടി. നമുക്ക് ഇതേപോലെ തന്നെ ഒരു വീഡിയോ അടുത്ത ദിവസം വേറെ ചെയ്യാം. അപ്പം കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിനകത്തുനിന്ന് എത്ര രൂപ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം എന്നൊക്കെ ആയിട്ടുള്ള ഒരു എന്നുവെച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ഇപ്പം എന്താ പറയുന്നത്, ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇല്ല, ഞാൻ ഓടുന്ന ഒരു ഇത് മാത്രമേ അത് കാണിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് മനസ്സിലായി കാണും, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ, എത്ര രൂപയെ കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പം ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റാത്തത്. ഞാനിപ്പോൾ അടുത്ത ദിവസം ഓടുമ്പം അത് കംപ്ലീറ്റ് എല്ലാ ഡീറ്റെയിൽസും അത് എല്ലാം ഞാൻ കാണിച്ചു തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഫുള്ളായിട്ടൊരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ടെന്ന്. പിന്നെ കഴിച്ച ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ വീഡിയോ കാണുന്നത് ഒരു 98% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എല്ലാവരെയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്കാണെങ്കിൽ ചെറിയൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഈ ഇയർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നമ്മുടെ ചാനലിൽ ആക്കി എടുക്കണമെന്ന്. അതിന് നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. നിങ്ങൾ കാണുന്നവർ ദയവായിട്ട് ജസ്റ്റ് ഒന്ന് ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനൽ ഭയങ്കര ശോകത്തിലാണ് കേട്ടോ പോകുന്നത്. ചാനൽ ഇടുന്ന വീഡിയോസിനൊന്നും ഒരു റീച്ചില്ല. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് അതൊക്കെ മാറ്റിയിട്ട് നൈസായിട്ടുള്ള വീഡിയോസായിട്ട് വരാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടമുള്ളതെന്ന് അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഉടനെ നിൽക്കുക.